നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുടെ പത്രികാ പ്രകാശനം നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും കലാകായിക സാംസ്കാരിക പ്രതിഭകൾക്കുമായി ആദരണീയം സംഘടിപ്പിച്ചു. കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ചടങ്ങിൽ നടന്നു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുടെ പത്രികാ പ്രകാശനം നടന്നു. കർക്കടക മാസത്തിലെ പ്രത്യേക പൂജകൾക്കും ചടങ്ങുകൾക്കുമായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തുന്നത്. ക്ഷേത്ര മേൽശാന്തി അരിത്തോട്ടം പ്രസാദ് നമ്പൂതിരി പത്രികാ പ്രകാശന കർമ്മം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ KP അജയൻ ആദ്യ പത്രിക ഏറ്റുവാങ്ങി. ഉരകം ദേവസ്വം ഓഫീസർ KS മഞ്ജുഷ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KB പ്രജിത്ത്, പൊതുപ്രവർത്തകൻ V ശ്രീരാജ്, മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ദേവസ്വം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കർക്കടക മാസത്തിലെ പ്രത്യേക പൂജകൾക്കും ചടങ്ങുകൾക്കുമുള്ള വിപുലമായ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി വരികയാണ്. ദേവസ്വം ജീവനക്കാരും നിരവധി ഭക്തരും പത്രികാ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കർക്കടക മാസം വിശുദ്ധ മാസമായി തന്നെയാണ് നമ്മൾ ആചരിച്ച എല്ലാ ക്ഷേത്രങ്ങളിലും പോരുന്നത്. ഈ ക്ഷേത്രാന്തരീക്ഷത്തെ നാമജപങ്ങൾ കൊണ്ട് മുഖരിതമാക്കിക്കൊണ്ട് ആധ്യാത്മികമായ ചടങ്ങുകൾ അതിൻ്റെ എല്ലാ പരിപാവനതകളോടും കൂടി ആചാര അനുഷ്ഠാനങ്ങളെ കൃത്യതയോടുകൂടി പാലിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ദിനങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. കർക്കിടകം 1 മുതൽ തുടങ്ങുന്ന രാമായണ മാസത്തിൻ്റെ പ്രസക്തി സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്നതിന് അവരുടെ എല്ലാം ആധ്യാത്മികമായ ചിന്തകളെയും വികാരങ്ങളെയും ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ വളരെ മനോഹരമാക്കി കൊണ്ടുപോകാനും നമ്മുടെ ഈ ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി വളരെ കമനീയമായി ഭംഗിയാക്കി ദിനങ്ങൾ കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയും. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും കലാകായിക സാംസ്കാരിക പ്രതിഭകൾക്കുമായി ആദരണീയം സംഘടിപ്പിച്ചു. കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ചടങ്ങിൽ നടന്നു. ചേർപ്പ് പഞ്ചായത്ത് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവർ, കലാകായിക സാംസ്കാരിക മേഖലകളിൽ അവാർഡ് ലഭിച്ചവർ എന്നിവർക്കായാണ് ആദരണീയം ഒരുക്കിയത്. പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന ആദരണീയം കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയകരസ്ഥമാക്കിയ ചേർപ്പ് പഞ്ചായത്തിലെ ഏറ്റവും മിടുക്കലുമായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നേരം നോക്കുമ്പോൾ കാണുന്നത് മിടുക്കുകൾ എന്നാണ് കൂടുതൽ കാണുന്നത്. ചേർപ്പിലെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട ഭാഷയുള്ള എല്ലാവരും ആശംസകളും വഹിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളിലേക്ക് പ്രയാണം ചെയ്യാൻ ഇപ്പോൾ നേടിയ വിജയം നിങ്ങൾക്ക് കരുത്താകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് പരീക്ഷകൾ, ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നമുക്ക് ബാക്കിയുണ്ട്. നമ്മുടെ എല്ലാം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ ഒരു ആദരണീയം 2026 ഭാഗമായി പങ്കെടുക്കുന്ന എല്ലാവരെയും കൂടി ആശംസിക്കുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായി. പ്രമുഖ പരിശീലകൻ എഡിസൺ ഫ്രാൻസ് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 40 യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ സിലബസും കയറ്റിവെക്കുക. സത്യം, ഞാൻ പഠിക്കുമ്പോ ഒരുത്തിന് 49, ഒരുത്തിന് 39, ഒരുത്തിന് 21, എനിക്ക് 19, ഒരുത്തിന് 9, കറക്റ്റ് 9. എഡിസന്റെ കാര്യം 9. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ആർ സെയിം, ആൻസേഴ്സ് ആർ ഡിഫറെന്റ്. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെയാ, ഉത്തരങ്ങൾ വ്യത്യാസമായി. സത്യം. എന്തുകൊണ്ട്? മെമ്മറിയിൽ ഉണ്ടാവണം. 40 യൂണിവേഴ്സിറ്റി മുഴുവൻ കയറ്റി വയ്ക്കാവുന്ന ബ്രെയിൻ അത്. യെസ്, കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കണ്ട. നിങ്ങൾ വിന്യാസാണ്, വളർന്ന് വിജയിച്ചവരാണ്. വിജയം കഴിഞ്ഞിട്ടില്ല മക്കളെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള കടക്കിനുള്ള സംഭവങ്ങൾ.
ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ജോസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുജിത്ത് കുമാർ, KR സിദ്ധാർത്ഥൻ, ക്രിസ്റ്റീന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിനി പ്രദീപ്, പ്രജിത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ മൃദുല, രുക്മിണി, ജയശ്രീ, പ്രിയലത, ലോഹിതാക്ഷൻ, ബൈജു സെന്റ് ജോൺ, സൂര്യ, അനിത, എൽവിയ, സതി, മീര, ശ്രുതി, ശരണ്യ, PH ഉമ്മർ, ബീന, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ് അധ്യക്ഷയായി. സ്കൂൾ മാനേജർ ഫാദർ അജിത്ത് തച്ചോത്ത് അനുഗ്രഹ സന്ദേശം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, വാർഡ് മെമ്പർ സനൂപ്, PTA പ്രസിഡന്റ് ജയൻ K ജോൺ, പ്രധാനാധ്യാപിക ലേഖ ഡേവിസ് എന്നിവർ സംസാരിച്ചു. പുത്തൂരിൽ വീട്ടുമുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പുത്തൂർ കൊങ്ങംപാറ സ്വദേശി രമേശിന്റെ മകൻ 13 വയസ്സുള്ള ബദ്രിനാഥാണ് മരിച്ചത്. പുത്തൂർ ഗുരുദേവ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ബദ്രിനാഥാണ് ഷോക്കേറ്റ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. വീട്ടുമുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കുകയായിരുന്നു ബദ്രിനാഥ്. ഇതിനിടെ മെയിൻ സ്വിച്ചിനോട് ചേർന്നുള്ള ദ്രവിച്ച എർത്ത് കമ്പിയിൽ തട്ടി കുട്ടിക്ക് ഷോക്കേൽക്കുകയായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭീമഹർജി സമർപ്പിക്കാനുള്ള ഒപ്പുശേഖരണവുമായി പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ്. FCRA മതപരിവർത്തന നിയമങ്ങൾ പ്രധാനമന്ത്രിക്കും സഭാ ആശുപത്രികളിൽ നഴ്സുമാരുടെ അന്യായ സമരത്തിനെതിരെ മുഖ്യമന്ത്രിക്കുമാണ് ഭീമഹർജി നൽകുക. FCRA മതപരിവർത്തന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൽ സഭ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമഹർജിയിലെ ആവശ്യം. സഭയ്ക്ക് കീഴിലെ ആശുപത്രികളിൽ അന്യായമായി നടക്കുന്ന നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിഷേധ ഭീമഹർജി സമർപ്പിക്കും. ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം പള്ളിയങ്കണത്തിലായിരുന്നു പ്രതിഷേധ ഒപ്പുശേഖരണം. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ റാഫേൽ മുത്തുപീടിക തന്റെ ഒപ്പിട്ട് പ്രതിഷേധ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. കാത്തലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ബിബിൻ പടന്നമാക്കൽ, നടത്തുകൈക്കാരൻ AO ആന്റണി, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി PA പോൾ, ട്രഷറർ വിൻസെന്റ് മാടശ്ശേരി, ജോയിന്റ് സെക്രട്ടറി ജെസ്സി വോഗീസ്, ജോജി മാളിയേക്കൽ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ആനി ജോയ്, മൈക്കിൾ പുത്തൂർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറ പാകിയത് CH മുഹമ്മദ് കോയയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്. ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ നേതാക്കളുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. CH മുഹമ്മദ് കോയ സാഹിബ്, MK ഹസൻ അലി ഹാജി, PM അബ്ദു ഹാജി മെമ്മോറിയൽ അവാർഡുകളാണ് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയത്. കേരളത്തെ ആഗോള വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനം കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നും ഹാറൂൺ റഷീദ് പറഞ്ഞു. ശാഖ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി AM മൻസൂർ, ട്രഷറർ PK ഷംസുദ്ദീൻ, ജില്ലാ കൌൺസിൽ അംഗം PK മുഹമ്മദ് അലി ഹാജി, മുൻ വാർഡ് മെമ്പർ KS അനിൽകുമാർ, IB വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് ചായക്കടയിൽ അതിക്രമിച്ചു കയറി വാൾ കാണിച്ച് വധഭീഷണി മുഴക്കിയ പ്രതികൾ കയ്പമംഗലം പോലീസിന്റെ പിടിയിൽ. പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ, കൂട്ടാളിയും നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടിയുമാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ പെരിഞ്ഞനം സെന്ററിന്റെ വടക്കുഭാഗത്ത് കട്ടൻസ് എന്ന ടീ ഷോപ്പിലായിരുന്നു സംഭവം. കടയിൽ വെച്ച് പ്രതികൾ സിഗരറ്റ് വലിക്കുകയും 1-ാം പ്രതി ഫോണിലൂടെ ഉറക്കെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കടയുടമ വിനയ്കുമാർ ഇവരോട് കടയ്ക്ക് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്താൽ പ്രതി വാളുമായി കടയിൽ അതിക്രമിച്ചു കയറി കടയുടമയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റിലായ പ്രതി അരുണിനെ കോടതിയിൽ ഹാജരാക്കി. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾക്കുശേഷം ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കും. വലപ്പാട്, അന്തിക്കാട്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അരുൺ. കയ്പമംഗലം SHO ബിജിത്ത്, ഗ്രേഡ് SI രമേശ്, ഗ്രേഡ് സീനിയർ CPOമാരായ ജോസഫ്, സുനിൽകുമാർ, സിനോജ്, രജനീഷ്, പ്രജിത്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
നാട്ടിക ബീച്ച് സ്വദേശിയും പഞ്ചായത്ത് മുൻ മെമ്പറുമായ MK മോഹനൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. CPIM നാട്ടിക മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. രത്നയാണ് ഭാര്യ. ഡമോഷ് മകനും സ്വജന മരുമകളുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,315 രൂപ, പവന് 1,06,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയുടെ പത്രികാ പ്രകാശനം നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും കലാകായിക സാംസ്കാരിക പ്രതിഭകൾക്കുമായി ആദരണീയം സംഘടിപ്പിച്ചു. കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ചടങ്ങിൽ നടന്നു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.